ആത്മകഥ അതിന്റെ ഒരു ഒന്നാം ഭാഗം ഉടൻ തന്നെ പുറത്തിറങ്ങുന്നൊക്കെയാണ് പറയുന്നത്. അത് എന്തൊക്കെ? ഞാനിപ്പോഴത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈ ഡിസംബർ മാസത്തോടു കൂടി ഡിസംബർ വരെയുള്ള അധ്യായം പൂർത്തിയാകും. അത് അധ്യായം പൂർത്തിയാകും. പിന്നെ അതിന് ശേഷമുള്ള ഡിസംബറിന് ശേഷമുള്ള ജീവചരിത്രം അതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ ഡിസംബർ വരെയുള്ള ജീവചരിത്രം തയ്യാറാക്കും. അതിന് നടപടിക്രമം അനുസരിച്ച് ഒരു പുസ്തകമായി അതിൻ്റെ രൂപത്തിലാക്കിയതിനു ശേഷം പാർട്ടിയുടെ അനുവാദം വേണം. അതിനുവേണ്ടി പാർട്ടിയുടെ അനുവാദം ചോദിക്കും. അതിനുശേഷം അതിന് മറ്റു നടപടികൾ. 2 ഭാഗങ്ങളായിട്ടാണോ ഇത് പുറത്തിറങ്ങുന്നത്? അല്ല, ചിലപ്പോൾ 2 ആയിരിക്കില്ല, 3 ഭാഗം ഉണ്ടാവും. ഇപ്പോൾ ഡിസംബർ വരെ, അത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ലൈഫ്. ആദ്യത്തേത് ഏതായാലും ഡിസംബർ അവസാനത്തോടുകൂടി പുറത്തിറങ്ങും. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഭാഗം ഡിസംബറോടുകൂടി പൂർത്തിയാകും. അതിൽ ഡിസംബർ വരെയുള്ള ലൈഫ് ഉണ്ട്. ഇത് നൽകുന്നില്ലല്ലോ, മറ്റാരാണ് ഇത് പ്രസിദ്ധീകരണത്തിന് ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത്? അത് തീരുമാനിച്ചില്ല, അത് ആലോചിച്ച് ചെയ്യാം. അന്നേരം ഈ ഡിസംബറിൽ അത് ഇറക്കാൻ കഴിയുമോ? അങ്ങനെ ഇനിയും പ്രസാധകനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ ഡിസംബറിൽ ഇത് പൂർത്തിയാക്കാൻ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രസാധകരായിട്ടുള്ള ഒരുപാട് ആൾ വന്നിട്ടില്ല. എന്താണ് ഒരു PDF പുറത്തു വന്നിട്ടുണ്ടല്ലോ? അത് ഞാനൊരു ബന്ധം? അത് ഞാനായിട്ടൊരു ബന്ധവുമില്ല. എൻ്റെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കും. തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇതില് ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പൊ തള്ളിയിട്ടുണ്ടല്ലോ, വീണ്ടും ജയരാജന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഒന്നും രേഖപ്പെടുത്തിയില്ലല്ലോ. ഇല്ല, അതൊക്കെ അതിന്റെ ഭാഗമായിട്ടേ വരും. പേരൊന്നും നിശ്ചയിച്ചില്ല. ഇല്ല, അതൊക്കെ അതിന്റെ ഭാഗമായി പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകും. അതൊക്കെ ആലോചിച്ച് ചെയ്യും. പരിപ്പൂടിയും കട്ടൻ ചായ ആയിരിക്കില്ല അതിന്റെ പേര്. ഇന്നതും ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായാലും അവരത് പ്രചരിപ്പിച്ചുകൊണ്ട് അതുണ്ടാവില്ല. അത് എന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഈ മാധ്യമ രംഗത്തുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ പല കാര്യങ്ങളും പലരും മനസ്സിലാക്കുന്നില്ല. ന്യൂസ് 18 കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ ലേഖനം അറിയില്ല. അയാൾ മനസ്സിലാക്കിയിട്ടില്ല. അയാൾ വിജ്ഞാനിയാണ് ധരിച്ചിട്ടുണ്ടാവും. അമേരിക്കൻ യൂണിവേഴ്സിറ്റി അതിൻ്റെ പ്രത്യേക ട്രെയിനിങ് ഉണ്ട്. ലോകത്തിൽ തന്നെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ പരിശീലനം കൊടുത്ത് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്ക് വിന്യസിക്കുന്നുണ്ട്. അതൊന്നും അറിയാത്ത ഏതോ ഒരു ലേഖനം, എന്തോ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വന്നിട്ട് കണ്ടു. ആദ്യം അയാളോട് നന്നായി പോയിട്ട് കാര്യം മനസ്സിലാക്കാൻ പറയും. ഈ വിവാദങ്ങളൊക്കെ പുസ്തകത്തിന് നല്ലതാണോ ദോഷമാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? അല്ല, അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ല. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തിന്? അതൊന്നും എൻ്റെ ലൈഫിൻ്റെ ഭാഗമല്ലല്ലോ. അങ്ങനെ ഏർപ്പെടുത്താൻ തുടങ്ങിയാൽ എന്തൊക്കെയുണ്ട്? എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ പുസ്തകത്തിൽ വരിക. മറ്റൊരു കാര്യം, ഈ ബി ഗോപാലകൃഷ്ണൻ BJPയുടെ നേതാവ് പറഞ്ഞത് EP ജയരാജൻ BJPയിൽ എത്തുമായിരുന്നു, നേതാക്കൾ കുറച്ചുകൂടി ഒരു അവധാനത കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് BJPയിൽ ഉണ്ടാകുമായിരുന്നു EP ജയരാജൻ എന്നാണ് ബി ഗോപാലകൃഷ്ണൻ തളിപ്പറമ്പിൽ വെച്ച് പറഞ്ഞത്. അത് ഏറ്റവും വലിയ വിഡ്ഢിത്തവും. ആർക്ക് എന്താ ആഗ്രഹിച്ചൂടാത്? ആകാശത്തേക്ക് ഇങ്ങനെ പറന്ന് നടന്നു വരണമെന്ന് ആലോചിക്കാലോ, എന്തോ ആഗ്രഹിക്കാലോ. അങ്ങനെയുള്ള ഒരു വിഡ്ഢി ധാരണ ഇത് മാത്രമേ നടത്തൂ. മൈജിവേഴ്സറി, മൈജിക്ക് ജന്മദിനാഘോഷം, നാടിന് ഷോപ്പിംഗ് ആഘോഷം. കേരളം ഇന്നുവരെ കാണാത്ത 19 ഇടിവിട്ട് ഓഫറുകൾ, കൂടാതെ 75% വരെ വിലക്കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ, ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻസ്. മൈജി ആനിവേഴ്സറി സെയിൽ നവംബർ 1 മുതൽ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.